Handover between cell is mainly managed by ഹാൻഡോവറിൽ എം എസ് സിയും ബി എസ് സിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിൻലി ആരാണെന്ന് ചോദിച്ചാൽ ബി എസ് സി ആണ്. ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ ബേസ് സ്റ്റേഷനുകൾ മാറുമ്പോഴാണ് ഹാൻഡ് ഓഫ് നടക്കുന്നത്. സോ ഡിഫറെൻറ്റ് ബേസ് സ്റ്റേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ബി എസ് സി, ബേസ് സ്റ്റേഷൻ കൺട്രോളർ. സോ മെയിൻലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ബി എസ് സി ആണ്. ഹാൻഡ് ഓവർ മെക്കാനിക്സിൽ എം എസ് സിയും ടേക്ക് പാർട്ടാണ് എന്ന കാര്യം ശ്രദ്ധിക്കണം. ഇനി എൻ എസ് എസ് വരുന്നത് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ് സിസ്റ്റമാണ്. ശ്രദ്ധിക്കണേ, സ്റ്റേഷനല്ല. ബി ടി എസിൽ വരുന്നത് ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷനാണ്. എൻ എസ് എസിൽ വരുന്നത് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ് സിസ്റ്റമാണ്. ബി എസ് എസ് സ്റ്റാൻഡ്സ് ഫോർ ബി എസ് എസ്, അവിടെയും സബ് സിസ്റ്റമാണ്. ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം, ബേസ് സ്വിച്ചിങ് അല്ല, ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം. ഓപ്ഷൻസ് ആണ് നമ്മൾ കൺഫ്യൂഷൻ ആക്കുക. BCCA channel is used for broadcast information. SDCH standalone call setup and signaling. TCA channel ട്രാഫിക്കിൽ ഏതൊക്കെ വരുന്നത് വോയിസും ഡാറ്റയും. MS മെഷർ മൊബൈൽ സ്റ്റേഷൻ മെഷർ സിഗ്നൽ സ്ട്രെങ്ത്. എന്തിനാണ് മൊബൈൽ സ്റ്റേഷൻ സിഗ്നൽ സ്ട്രെങ്ത് ചെയ്യുന്നത്? ഹാൻഡ് ഓഫ് വേണോ വേണ്ടേന്ന് അറിയാം. അപ്പോൾ സെർവിങ് സെല്ലിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത്തും നോക്കും, നൈബറിങ് സെല്ലിൻ്റെ സിഗ്നലിംഗ് സ്ട്രെങ്ത്തും ചെക്ക് ചെയ്യുക. ഫ്രീക്വൻസി ഹോപ്പിംഗ് ഇൻ GSM റെഡ്യൂസ്. ഫ്രീക്വൻസി ഹോപ്പിംഗ് ചെയ്യുന്നതുകൊണ്ട് ഫേഡിങ്ങും ഇൻ്റർഫറൻസും കുറയും. RACH റാൻഡം ആക്സസ് ചാനൽ. PCH പേജിംഗ്. MS എൻക്രിപ്ഷൻ കീ ഈസ് യൂസ്. മൊബൈൽ സ്റ്റേഷൻ എൻക്രിപ്ഷൻ ഓതൻറ്റിക്കേഷന് വേണ്ടി മൊബൈൽ സ്റ്റേഷനിലും എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആ കീ ആണ് KC എന്ന് പറയുന്നത്. സോ ഓതൻറ്റിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രിപ്ലെറ്റ് ഏതൊക്കെയാണ്? RAND, SRAS, KC. ഈ 3 കീസുകളാണ് ഓതൻറ്റിക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് ഹാൻഡ് ഓവർ ടൈപ്പ്. ഹാൻഡ് ഓവർ എവിടെയൊക്കെ ഉണ്ടാവും? ഇൻ്റർ സെല്ലുകൾ ഉണ്ടാവും, ഇൻട്രാ സെൽ, ഇൻ്റർ BSc. എല്ലാ കേസിലും ഹാൻഡ് ഓഫ് ആവശ്യമാണ്. ഇനി ഫുൾ റേറ്റ് GSM ഫുൾ റേറ്റും ഉണ്ട്, ഹാഫ് റേറ്റും ഉണ്ട്. GSM വോയിസിൻ്റെ ഫുൾ റേറ്റ് ബിറ്റ് റേറ്റ് 13 kbps ആണ്. ഹാഫ് റേറ്റ് അതിൻ്റെ നേരെ പകുതി 6.5 kbps. സ്പീച്ച് കോഡിംഗ് ഇൻ GSM RPE LTP. സെൽ ടൈപ്പ് GSMൻ്റെ സെല്ലിൻ്റെ പറഞ്ഞു 2 to 35 കിലോമീറ്റർ ആണ് പറഞ്ഞു. അതിൽ മാക്രോ സെൽ, മൈക്രോ സെൽ ആൻഡ് പൈക്കോ സെൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മൈക്രോ സെൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. അത് എന്തായിരിക്കും? ഡെൻസ് ഏരിയകളിലായിരിക്കും ഈ മൈക്രോ സെൽസിനെ പ്ലേസ് ചെയ്യുക, ഡെൻസ് അർബൻ ഏരിയാസ്. മാക്രോ സെൽസ് മാക്സിമം ഒരു സെല്ലിൻ്റെ അത് പറഞ്ഞു 2 to 35 കിലോമീറ്റർ വരെയാണ് GSM സെൽസ്. സോ മാക്രോ സെൽസ് മാക്സിമം എത്ര വരെ വരും? 35 കിലോമീറ്റർ വരെ. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും? 10 to 35 കിലോമീറ്റർ. ഫ്രീക്വൻസി റിയൂസ് ഫാക്ടർ ഇൻ GSM ടിപ്പിക്കലി 1/7 ആണ്. ഇനി GSM റേഡിയോ സബ് സിസ്റ്റത്തിലെ BTS ആണ് ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷൻ. അതിൽ ആൻറ്റിന ടൈപ്സ് ഏതാണ്? അത് ഒമ്നി ഡയറക്ഷണൽ ആൻറ്റിന ഉപയോഗിക്കാറുണ്ട്, സെക്ടറൈസ്ഡ് ആൻറ്റിനയും ഉപയോഗിക്കാറുണ്ട്. പവർ കൺട്രോൾ ഇൻ GSM ഹെൽപ്സ് ടു പവർ കൺട്രോൾ റെഡ്യൂസ് ഇൻ്റർഫറൻസ്. സെല്ലിൻ്റെ സൈസ് കുറയുമ്പോൾ പവർ കൺട്രോൾ സെൽ സ്പ്ലിറ്റിംഗ് നടത്തുമ്പോൾ പവർ കുറയ്ക്കണം. സോ പവർ കൺട്രോൾ ഇൻ GSM ഹെൽപ്സ് ടു റെഡ്യൂസ് ഇൻ്റർഫറൻസ് ആൻഡ് സേവ് ബാറ്ററി. ഹാൻഡ് ഓവർ ഈസ് നീഡഡ് വെൻ എപ്പോഴാണ്? സിഗ്നൽ സ്ട്രെങ്ത് ഡ്രോപ്പ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ. ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ ശ്രദ്ധിക്കാം MSc ആൻഡ് HLR. MScയിലുള്ള ഒരു രജിസ്റ്ററാണ് HLR. അവ തമ്മിലുള്ള ഇൻ്റർഫറൻസ് ആണ് D. ഫ്രീക്വൻസി ഹോപ്പിംഗ് റെഡ്യൂസസ് സ്ലോ ഫേഡിംഗ് ഇൻ്റർഫറൻസ്. ഓക്കെ, ഇനി അടുത്തത് റാൻഡം ആക്സസ് ചാനൽ RACH, പേജിംഗ് ചാനൽ PCH, CCCH. ഏതൊക്കെയാണ് കോമൺ കൺട്രോൾ ചാനൽ? റാൻഡം ആക്സസ് ചാനൽ, പേജിംഗ് ചാനൽ, ആക്സസ് ഗ്രാൻഡ് ചാനൽ. MS മെഷേഴ്സ് നൈബറിംഗ് സെൽ ഫോർ. എന്തിനാണ് MS മൊബൈൽ സ്റ്റേഷൻ്റെ നൈബറിംഗ് സെല്ലിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നതിനാണ്? ഹാൻഡ് ഓവർ വേണോ വേണ്ടതെന്ന് അറിയാൻ വേണ്ടി. MSc ഈസ് റെസ്പോൺസിബിൾ ഫോർ. MSc എന്താണ്? സ്വിച്ചിങ്, കോൾ റൂട്ടിംഗ് വരുന്നുണ്ട് അല്ലേ? ഓതൻറ്റിക്കേഷൻ ഡെഫിനറ്റ്ലി HLR ആണ് ഉപയോഗിക്കുന്നത്. HLR MScയിലാണുള്ളത്. ബില്ലിംഗ് സെൻറ്റർ എവിടെയുള്ളത്? MScയിലാണുള്ളത്. സോ ഓൾ ഓഫ് ദി എബോ. BSc മെയിൻലി ഹാൻഡിൽസ്. BSc മീൻസ് റേഡിയോ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആണ്. BScയിൽ വരുന്നത് റേഡിയോ ഫ്രീക്വൻസി അറേഞ്ച്മെൻറ്റ്സിനാണ്. അതുപോലെ ഹാൻഡ് ഓഫിനുമാണ് BSc ഉപയോഗിക്കുന്നത്. മറ്റൊന്നത് EIRൽ ഏതൊക്കെയാണുള്ളത്? എക്യുപ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കും. വൈറ്റ് ലിസ്റ്റിൽ വരുന്നുണ്ടോ, ബ്ലാക്ക് ലിസ്റ്റിൽ വരുന്നുണ്ടോ, ഗ്രേ ലിസ്റ്റിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സോ EIR കണ്ടെയ്ൻ white, black and grey list.
GSM cell splitting is used. Cell splitting